ഹായ് നമസ്കാരം, എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുട്ടക്കറിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മുട്ടക്കറി തയ്യാറാക്കാൻ അറിയാമായിരിക്കും. അറിയാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി ഗ്യാസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചൂടായിട്ട് വന്നപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കടുകെല്ലാം ഇതുപോലെ ഒന്ന് പൊട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഒരു 8 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 എരിവുള്ള പച്ചമുളക് ചതച്ചെടുത്തത്, ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ജസ്റ്റ് ഒന്ന് മൂത്ത് കിട്ടുന്നിടം വരെ നമുക്കിതൊന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് 2 മീഡിയം സൈസുള്ള സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, പിന്നീട് വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ടാകും. അത്രയും സമയം നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊന്ന് അടച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്ന് വെന്ത് വഴന്നൂടെ കിട്ടുവേ. ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. സവാള ഇതുപോലെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ടൊന്ന് വെന്തും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 2 മീഡിയം സൈസിലുള്ള തക്കാളി മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ്. അത് നമുക്കിതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. പുളിയില്ലാത്ത തക്കാളിക്ക് ആയിരിക്കും ഏറ്റവും നല്ലത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതെല്ലാം ഒന്ന് തിളപ്പിച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഈ തക്കാളിയുടെ ഈ വെള്ളമെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വരും. അത്രയും സമയം നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറി ആയിട്ടോ ഇത്. നമ്മളിട്ട് കൊടുത്തിരുന്ന തക്കാളിയുടെ വെള്ളമെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്കിന്ന് കിട്ടും. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള പൊടികളൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1.25 സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ അളവിൽ മുളക് പൊടി, നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാമേ. 1/2 സ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി, 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെ എല്ലാം പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കുക്ക് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി നല്ലൊരു മൂത്തൊരു മണം കിട്ടും. അത്രയും സമയം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇച്ചിരി വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ എല്ലാം എടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. എത്രമാത്രം ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിനകത്തോട്ട് നിങ്ങൾക്ക് ഉപ്പ് വേണോ നോക്കിയിട്ട് ഉപ്പിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഗ്രേവി ഈ ഒരു അളവിലാണ് ഞാൻ ഗ്രേവി എടുത്തിരിക്കുന്നത്. എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കണം. നിങ്ങൾ എത്ര മുട്ട എടുക്കുന്നോ അത് അതിനകത്തോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പം നമുക്കിത് അപ്പത്തിൻ്റെ കൂടോ ചപ്പാത്തിയുടെ കൂടോ
പൊറോട്ടയുടെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മുട്ടക്കറിയാണ്. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു 1/4 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എരിവിൻ്റെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്ന ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. കുരുമുളക് പൊടിയുടെ മണം ഒക്കെ വരുമ്പോൾ നല്ലൊരു അടിപൊളി മണമൊക്കെ ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ മുട്ടക്കറി. നല്ല അടിപൊളി മുട്ടക്കറിയാണ്. അപ്പോൾ ജസ്റ്റ് ഇത് കുരുമുളക് പൊടി ഇട്ടിട്ട് ഞാനൊന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളുടെ മുട്ടക്കറിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു സെർവിങ് ബൗളിലോട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ മുട്ടക്കറി തയ്യാറാക്കി നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. നമ്മുടെ മുട്ടക്കറി ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. താങ്ക് യു.